എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്കേർക്കും CDvlogന്റെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. CD സ്റ്റോറി ഫോർ അവർ പറയാറുണ്ടൊത്തി അറിയാറുണ്ടേറെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയിലേക്കാണ് നാം പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട് മുറ്റമൊക്കെ അലങ്കരിക്കാൻ, വീട്, ഓഫീസ്, അതുപോലെ കെട്ടിടങ്ങളെല്ലാം മുറ്റം അലങ്കരിക്കാൻ പാവിംഗ് ടൈൽസിന്റെ പ്രാധാന്യം വലുതാണ്. ഒരു വീട് മനോഹരമാകണമെങ്കിൽ മുറ്റവും മനോഹരമാകണമെന്നാണ് ആധുനികമായ കൺസെപ്റ്റ്. വിവിധ നിറങ്ങളിലും വിവിധ ഡിസൈനുകളിലും മുറ്റത്ത് അടുക്കിയിരിക്കുന്ന പാവിംഗ് ടൈൽസ് കാണാൻ തന്നെ നല്ല മനോഹരമാണ്. പക്ഷെ പാവിംഗ് ടൈൽസ് നിർമ്മിക്കുന്ന ഒരു രീതി നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും. ഹോളോ ബ്രിക്സ് നിർമ്മിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ പാവിംഗ് ടൈൽസിന്റെ A മുതൽ Z വരെയുള്ള അതിന്റെ നിർമ്മാണ രീതിയിലേക്കുള്ള ഒരു വീഡിയോയിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. നാം ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ രാജാക്കാടുള്ള കുന്നുംപുറത്ത് ഡിസൈനേഴ്സ് ടൈൽസിലാണ്. ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ്, SSI യൂണിറ്റ് ആണ്. നിരവധി വർഷമായി രാജാക്കാട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഇതിന്റെ നിർമ്മാണ രീതി പുറത്ത് ടൈൽസിന്റെ ഉടമ ശ്രീ ഷിബു കുന്നുംപുറം നമ്മളോട് വിശദീകരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. CDvlogലേക്ക് ഹാർദമായ സ്വാഗതം. അങ്ങനെ പരിചയപ്പെടുത്തിയ ഷിബു കുര്യൻ. സ്ഥാപനത്തിന്റെ പേര് കുന്നുംപുറത്ത് ഡിസൈനർ ടൈൽസ്. രാജാക്കാട് ടൗണിന് തൊട്ടടുത്താണ്, അടുത്ത് തന്നെ 400 മീറ്റർ. ഈ പാവിംഗ് ടൈൽസ് വിവിധ ഡിസൈനും വിവിധ നിറങ്ങളും വളരെ മനോഹരമാണ്. പക്ഷെ ഇതിന്റെ ഒരു നിർമ്മാണ രീതി നമ്മുടെ പ്രേക്ഷകരാരും കണ്ടിട്ടുണ്ടാവുകയല്ല. അപ്പൊ അതൊരു പ്രത്യേക രീതിയാണ്, വളരെ ഭംഗി മനോഹരമാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് അറിയാനാണ് വന്നത്. അപ്പൊ A മുതൽ Z വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയുന്നത്. ആദ്യമായിട്ട് ഇതിനകത്ത് ഈ പാവിംഗ് ടൈൽസ് നിർമ്മിക്കുന്ന ഒരു രീതി, അതിനുള്ള അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണ്, അത് കൂട്ടുന്ന ഒരു അനുപാതം, ബാക്കിയുള്ള പ്രോസസ്സിംഗ് കംപ്ലീറ്റ് നമുക്ക് ചെയ്യാം. നമുക്ക് ഗ്രാവൽ, ഗ്രാവല് ഇത് പൊടിയ, ഇത് പാറപ്പൊടിയാണ്. ഇത് എവിടെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്? തമിഴ്നാട്ടിൽ നിന്നാണ് സാധനങ്ങൾ കാണാം. ഇതാണ് ഇതിന്റെ മിക്സ്, കളർ മിക്സ് ചെയ്യുന്നതിന്റെ ഇതാണിത്. ഇതിന്റെ അകത്തേക്ക് നമ്മള് വൈറ്റ് സിമെന്റ് കളറും കൂടെ മിക്സ് ചെയ്യുവാണ്. വൈറ്റ് സിമെന്റ് കളർ എന്ന് ഉദ്ദേശിക്കുന്നതാണ് ടൈൽസിന്റെ കളർ തന്നെ. ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക്, റെഡ് ആണ് റെഡ്, ഡാർക്ക് ഗ്രേ, ഇങ്ങനെ ഓരോ കളറ് നമ്മൾ അത് വൈറ്റ് സിമെന്റും കൂടെ മിക്സ് ചെയ്ത് ഇതിന്റെ അകത്തേക്ക് ഇടുവാണ്. വൈറ്റ് സിമെന്റ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്? അത് വൈറ്റ് സിമെന്റ് ഉപയോഗിച്ച് അതിന്റെ മണ്ടയിലെ ഫിനിഷിംഗ് കൂടുതൽ കിട്ടും, തേയ്മാനം കുറവ്. പിന്നെ ലൈറ്റ് കളറൊക്കെ നന്നായിട്ട് പ്രൊജക്ട് ചെയ്യുകയും ചെയ്യുള്ളൂ വൈറ്റ് സിമെന്റ്. അപ്പം അസംസ്കൃത സാധനങ്ങൾ ഒന്ന് പാറപ്പൊടി, ഒന്ന് ചിപ്സ്, അതോടൊപ്പം തന്നെ വൈറ്റ് സിമെന്റ്, പിന്നെ സാധാരണ സിമെന്റ്, ഓർഡിനറി സിമെന്റ്, കളർ ഐറ്റം, പിന്നെ കെമിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് സെറ്റിങ് നനയോ കാര്യങ്ങളോ ഇല്ലല്ലോ. ഇല്ല, ഈ ഇതിന്റെ അകത്ത് വെള്ളം കൊണ്ട് തന്നെ സെറ്റ് ആവുകയാണ്. അപ്പൊ കെമിക്കൽ സെറ്റിംഗ് ആണ്. കുറഞ്ഞ മണിക്കൂറിനുള്ളിൽ അതിന് വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോ ഇന്ന് പ്രൊഡക്ഷൻ ചെയ്താൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ എടുത്ത് വിരിക്കാൻ പറ്റും. അതാണ് ഏറ്റവും നമ്മുടെ സമയലാഭം. കെമിക്കലാണ്. ഇതിപ്പോ നമ്മൾ കളർ മിക്സ് ഇതിന്റെ അകത്തേക്ക് ഇടുന്നു. ഇതിന്റെ അകത്തേക്ക് ഇട്ടിട്ട് ഈ ടേബിളിലോട്ട് നമ്മൾ മോൾഡ് വെച്ചിട്ട് ഇത് കോരി ഇട്ട് കഴിയുമ്പോൾ ഈ ടേബിൾ വൈബ്രേഷനിൽ തന്നെ അവിടെ വരും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ ഈ കോൺക്രീറ്റ് ഒക്കെ കമ്പി കൊണ്ട് കുത്തി നിറയ്ക്കുന്ന ഒരു രീതിയുണ്ട് അതിന്റെ എയർ കളയാൻ വേണ്ടി. ഇത് നിങ്ങളുടെ സിസ്റ്റം വൈബ്രേറ്റർ സിസ്റ്റം ആണ്. വൈബ്രേറ്റർ സിസ്റ്റം. ഇപ്പൊ നമ്മൾ കളർ മിക്സ് ഇതിന്റെ അകത്തേക്ക് കോരി മോൾഡിന്റെ അടിയിൽ എല്ലാ മോൾഡിന്റെ ഇത് അപ്പൊ ഇതുപോലത്തെ മോൾഡ്, ഈ മോൾഡിന്റെ അടിലെയർ കംപ്ലീറ്റ് ഈ കളർ കോരി ഇടുവാണ്. അടിലെയർ ഇടും. അടിലെയർ ഇട്ടിട്ട് ഈ വൈബ്രേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഈ ടേബിളിൽ കൂടെ തന്നെ അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത് ഫില്ലായിട്ട് കോൺക്രീറ്റ് മിക്സ് കോരിയിടും. അപ്പൊ ശരിക്കും കോൺക്രീറ്റ് അല്ലെങ്കിൽ ഈ മിശ്രം ഇതിനകത്ത് സെറ്റ് ആവും. വൈബ്രേഷൻ ആണ്. വൈബ്രേഷനിൽ ഇതിന്റെ അകത്ത് എയർ കംപ്ലീറ്റ് പോവാണ്. മോൾഡിനെ കുറിച്ചൊന്നും പറയാം. മോൾഡൊന്നുകൂടെ എടുത്ത്, ഈ മോൾഡ് നമ്മൾ ഇത് ഓർക്കുമ്പോൾ ഇത് മെറ്റൽ ആണെന്നാണ്. പക്ഷെ ഇത് മെറ്റൽ അല്ല, റബ്ബർ മോൾഡാണ്. റബ്ബർ മോൾഡാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് നമുക്ക് റീമോൾഡ് ചെയ്യാൻ എളുപ്പമാണ്. റബ്ബർ മോൾഡ് ആകുമ്പോൾ നമുക്ക് ഇത് എടുത്ത് ഫ്ലെക്സിബിൾ കൂടുതലുണ്ട്. ഫ്ലെക്സിബിൾ ആണ്. അന്നേരം നമുക്കിത് റീമോൾഡ് ചെയ്യാൻ ഇങ്ങനെ അമുക്കിയാൽ മതി. റീമോൾഡ് ചെയ്യാൻ എളുപ്പമുണ്ട് ഇത്. ശരി. ഇതിപ്പോ ഈ സ്ഥാപനത്തിന് എത്ര തരത്തിലുള്ള ഡിസൈനുകൾ, എത്ര മോൾഡുകൾ ഉണ്ടാവും? നമുക്ക് ഇപ്പോ ഒരു 7-8 ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. 8 ഡിസൈൻ ഉണ്ട്. ഒരു അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ പോകുന്നതാണ് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് ചെയ്യും. വിവിധ ഡിസൈനിലുണ്ടല്ലോ. അതുപോലെ ഇപ്പോ ഈ സ്ക്വയർ ചതുരത്തിലുണ്ട് കൂടുതൽ. ഇത് സ്ക്വയർ ആണ്. ഇത് സ്ക്വയർ ആണ്. ഇതിന്റെ ഒരു അനുപാതം എങ്ങനെയാണ്? ഇത് നമുക്കിത് നമ്മൾ റേറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് ആണ്. സ്ക്വയർ ഫീറ്റ് ആണ്. ചിലത് 2 സ്ക്വയർ ഫീറ്റ്. ഇതിപ്പം 2 മോൾഡ് 2 എണ്ണമാണ് ഒരു സ്ക്വയർ ഫീറ്റ്. ആണ് വരുന്നത്. അപ്പൊ ഒരു സ്ക്വയർ ഫീറ്റ് ആണ് റേറ്റ്. സ്ക്വയർ ഫീറ്റിനാണ്.
ഒരു മോൾഡിനകത്ത് ഒരു ഭാഗം കളർ തന്നെയാണ്. അതുകൊണ്ട് ഈ കളർ നിലനിൽക്കുന്ന കളറാണ്. ഇതിന് പുറമെ തേക്കുന്നത് പോളിഷ് ആകുമ്പോൾ അത് മാത്രമേ ഉള്ളൂ, കംപ്ലൈന്റ് വരുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ കളറ് വൈറ്റ് സിമെന്റ് കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ്. ഒരു കാരണവശാലും ഈ കളർ ഡാമേജ് ഇല്ല. അടിസ്ഥാന ബേസ് കളർ അങ്ങനെയാണ്. മോൾഡിനകത്ത് കളർ നിറയ്ക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ വളരെ വൈദഗ്ധ്യത്തോടു കൂടി തന്നെ അവർ സ്പീഡിൽ അവർ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണ്? നമ്മുടെ തൊഴിലാളികളുടെ പ്രത്യേകത എന്താണ്? ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് അവര് ഡെയിലി എല്ലാ ദിവസവും പണിതോളും. പണി സമയത്ത് ഇവര് സമയം നോക്കാറില്ല. ഇവര് രാവിലെ ഒരു 5:30 ആകുമ്പോ ഇവര് രാവിലെ പണിയാൻ തുടങ്ങും. അവർക്ക് ഇപ്പൊ നമുക്ക് തിരക്ക് കൂടുതലുണ്ടെങ്കിൽ അവരനുസരിച്ച് നിന്ന് പണിതോളും. അതിലൊരാളിനെ അന്യ സംസ്ഥാനത്തുള്ള അവർ പണിക്കൂലി വളരെ കുറച്ച് മതി. സത്യമാണ്. അല്ല, ഇത് പണിക്കൂലി കുറവൊന്നുമില്ല. ഇത് നമ്മളിപ്പോ പീസ് വർക്കിന് കൊടുത്തേക്കുന്നത്. പീസ് വർക്കാണ്. പണിക്കൂലി എന്തൊക്കെയാണ്? അതായത് ഇപ്പൊ ഇത് ഇതുപോലെ അടിച്ച് നാളെ രാവിലെ ഇത് റീമോൾഡ് ചെയ്ത് അട്ടി വെക്കുന്നതിന് ഒരു റേറ്റ് ആണ്. ഒരു പീസാണ്. അതൊരു സ്ക്വയർ ഫീറ്റിന് റേറ്റ് ആണ്. സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ്. പിന്നെ ഈ സാധനം എടുത്ത് നിരത്തി പോളിഷ് ചെയ്യുന്നതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ്. അത് അടുത്ത ഒരു പീസ് വർക്കാവും. അടുത്ത പീസ് വർക്കാവും. പിന്നെ ലോഡ് കയറ്റുന്ന അത് വേറെ. സെപ്പറേറ്റ് ആണ്. സാധാരണ ആളുകൾ ചിന്തിക്കുന്ന പോലെ മലയാളി തൊഴിലാളികൾ അതിർത്തുള്ളവർ ഒരേ ശമ്പളം തന്നെയാണ്. ഒരേ ശമ്പളം തന്നെ. ഇതിന്റെ വ്യത്യാസം നമ്മളിപ്പോ ആദ്യം നമ്മള് ഡെയിലി വേജസിന് ചെയ്തുകൊണ്ടിരുന്നപ്പോ നമ്മൾ ഇവർക്കും അല്ലാത്തവർക്കും സെയിം ശമ്പളമായിരുന്നു കൊടുത്തത്. നമുക്ക് അതിനകത്ത് തിരിച്ചു വ്യത്യാസമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരെ ഭക്ഷണം സ്ഥിരമായിട്ട് ഇവര് എവിടെ പോയാലും നമ്മൾ വിളിച്ചാൽ ഇവര് പോകുവാണെങ്കിൽ പോലും നമ്മൾ വിളിച്ചാൽ ഇവര് തന്നെ പൊരുത്തം പോയാല് അപ്പൊ അതിന് പകരം ആളെ ഇവര് കൊണ്ടുവരും. ലീവ് ഒന്നും ഇല്ലില്ല. അപ്പൊ അങ്ങനെ ലീവ് കാര്യങ്ങളില്ല. പിന്നെ നമുക്ക് ഇപ്പൊ മൊത്തത്തിൽ വർക്ക് കുറവായതുകൊണ്ട് നമ്മൾ ഇപ്പൊ അവര് വെച്ച് ലീവ് എടുത്താൽ നമ്മളൊന്നും പറയാറില്ല. കോവിഡൊക്കെ അനുബന്ധിച്ചിട്ട് 2-3 വർഷത്തിനിടയ്ക്ക് നിർമ്മാണ സാമഗ്രികളുടെ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വില ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ ഈ പാവിംഗ് ടൈൽസിന്റെ ഒരു വിലയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള വർധനവ് വ്യതിയാനം വന്നതാണ്. റേറ്റ് എന്ന് പറയുമ്പോൾ ആ കോവിഡ് സമയത്ത് സാധനങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് വില കൂടി. അതനുസരിച്ചൊരു റേറ്റ് വ്യത്യാസം ഇതിന് വന്നില്ല. അന്നൊന്നും വന്നായിരുന്നു. ഒരു 75 രൂപ വരെ നമ്മൾ റേറ്റ് സ്ക്വയർ ഫീറ്റ് മുറ്റത്ത് നമ്മൾ വിരിച്ചു കൊടുക്കുന്ന ഒരു റേറ്റ് വന്നായിരുന്നു. വിരിച്ചു കൊടുക്കുന്ന ഒരു സ്ക്വയർ ഫീറ്റ്. ഇപ്പോൾ അത് കുറഞ്ഞ് ഇപ്പൊ അതൊരു 72-73 അപ്പൊ ആനുപാതികമായിട്ട് ഒരു വിലവർദ്ധന വന്നിട്ടില്ല. അപ്പൊ എങ്ങനെ ഈ വ്യവസായം ഈ ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു? ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പേടിയാണ്. അതെച്ചാല് നമുക്ക് ഈ നമ്മൾ ഈ കിടന്ന് വർക്ക് ചെയ്യുന്നതനുസരിച്ചുള്ള പ്രോഫിറ്റ് ഇല്ല ഇതിന്. ആദ്യകാലത്തൊക്കെ ന്യായമായിട്ടുള്ള വരുമാനം. ആദ്യകാലത്ത് നമുക്ക് കൊണ്ടു നടക്കുന്നതിനുള്ള മെച്ചം ഉണ്ടായിരുന്നു. ഇതിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയെന്ന് വെച്ചാൽ ഓരോ വർഷവും അല്ല 2 വർഷം കൂടുമ്പോൾ ഡിസൈനുകൾ മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയൊരു ഭീഷണിയാണ് അതല്ലേ. അപ്പൊ നമ്മൾ നിലവിലുള്ള നമ്മുടെ മോഡലുകളെല്ലാം ആ സമയത്ത് ഉപയോഗശൂന്യമാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും നമുക്ക് ഇതിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഇതിലോട്ട് തന്നെ മുടങ്ങി പോകുന്ന ഒരു അവസ്ഥയിലോട്ട്. മോൾഡിന് 450-500 രൂപ ഒരു മോൾഡിന് വിലയുണ്ട്. ഒരു മോൾഡിന് വിലയാണ്. അത് പ്രധാനമായിട്ട് നമ്മുടെ ഒരു വരുമാനത്തിൽ ഒരു ഭാഗം മോൾഡിന് വേണ്ടിയിട്ട് പുതിയ നമ്മൾ വേണ്ടിയിട്ട് മാറ്റും. അതിന് വെല്ലുവിളി തന്നെയാണല്ലേ. അതാണ് വെച്ചാൽ ഈ മോൾഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആ ചേഞ്ച് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത് നമ്മള് പോളിഷ് ചെയ്യാനായിട്ട് എടുത്ത് നിരത്തി വെച്ചേക്കുന്നതാണ്. ഇത് പോളിഷ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിഞ്ഞിപ്പോൾ ഒരു ചെറിയ ഇതിന്റെ തണുപ്പ് മാറിക്കഴിഞ്ഞ് നമ്മള് ഇത് ക്ലീൻ ചെയ്ത് ഒന്നുകൂടെ തുണിക്ക് അടിച്ച് ക്ലീൻ ചെയ്തിട്ട് സിമെന്റിന്റെ പൊടിയൊക്കെ അതൊന്നുകൂടെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത്. സ്പോഞ്ച് മുക്കി തൂക്കുവാണ്. പോളിഷ് നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എത്ര സമയം വേണം? അതൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കട്ടി വെക്കാം. 15 മിനിറ്റ് മതി. അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണല്ലേ. ഇത് ഉണങ്ങിയെടുക്കാൻ എത്ര സമയം വേണം? ഇത് ഉണങ്ങാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഇത് നമ്മൾ നാളെ രാവിലെ ഇത് പൊളിക്കുവാണ്. രാവിലെ റിമോൾഡ് ചെയ്ത് ഇതുപോലെ അട്ടി വെക്കും. അതായത് 24 മണിക്കൂർ വേണ്ടി വരുമോ? വേണ്ട. ഉണങ്ങാൻ എത്ര സമയം വേണ്ടി വരും? പരമാവധി 12 മണിക്കൂർ കൊണ്ട് നമുക്ക് റീമോൾഡ് ചെയ്യാം. 12 മണിക്കൂർ നമ്മൾ ഈ കെമിക്കൽ ഉപയോഗിക്കുന്നത് തന്നെ അല്ലേ? ഇത് സഡൻ സെറ്റിംഗ്. ഒന്ന് സിമെന്റ് സഡൻ സെറ്റിംഗ് ആണ്.
53 ഗ്രേഡാണ് നമ്മൾ ഉപയോഗിക്കുന്ന സിമെന്റ്. മാർക്കറ്റിലുള്ള ആ രീതിയിലുള്ള സിമെന്റ് അല്ല പ്രത്യേക രീതിയിലുള്ള സിമെന്റ്, പ്രത്യേക രീതി ഇതിനു വേണ്ടിയുള്ള സിമെന്റാണ്. അതിന് പവർ ഉണ്ട്, പിന്നെ കെമിക്കൽ ഉണ്ട്. ഇപ്പൊ ഈ കോൺക്രീറ്റ് മിക്സിന്റെ അകത്താണേലും നമ്മൾ കെമിക്കൽ ഇടുന്നുണ്ട്. കെമിക്കൽ ഇടുന്നുണ്ട് സെറ്റിങ്സിന്. അതെല്ലാം അളവുണ്ട്, എല്ലാത്തിനും അളവ് ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് രാവിലെ പൊളിക്കാം. രാവിലെ പൊളിച്ച് നമ്മൾ കട്ടി വെക്കും. ഈ ഡിസൈൻ നല്ല ഓട്ടമുള്ള ഡിസൈൻ ആണല്ലേ? ഇപ്പൊ ആവറേജ് ഓട്ടം ഉണ്ട്. ഈ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ ഉണങ്ങിയ ടൈൽസുകളാണ്. അതെ, ഇതെല്ലാം ഇത് പോളിഷ് ചെയ്തതാണ്. ഇതൊക്കെ പോളിഷ് ചെയ്തതാണ്. ഇത് പോളിഷ് ചെയ്യാനുള്ളതാണ്. പോളിഷ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മളിപ്പോ അടിച്ചു വരുമ്പോ കളറുള്ളത് ഇതാണ്. ഇപ്പൊ ബ്ലാക്ക് ആണല്ല, ബ്ലാക്കിന്റെ അടിച്ച കളർ ഇതാണ്. അപ്പൊ ഇതാണ് പോളിഷ് ചെയ്യാത്ത അടിസ്ഥാന കളർ അല്ലേ? അടിസ്ഥാന കളർ. ഇതിന് ശേഷം ഇതിന് പുറത്ത് പോളിഷ് ചെയ്യും അല്ലേ? പോളിഷ് ചെയ്യും. ഈ കളർ നിലനിൽക്കും. ഈ കളർ നിലനിൽക്കും. പോളിഷ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു തിളക്കം കൂടെ കിട്ടും. തിളക്കം കിട്ടും. പോളിഷ് ചെയ്യുമ്പോൾ പരമാവധി ആവറേജ് വെള്ളം വലിഞ്ഞിട്ട് വേണം പോളിഷ് ചെയ്യാൻ. നമ്മൾ ഉപയോഗിക്കുന്ന പോളിഷ് എന്ന് പറഞ്ഞാല് അത്യാവശ്യം ചെറിയൊരു നനവുണ്ടെങ്കിലും ആയാലും അത് പിടിച്ചിരിക്കത്തക്ക രീതിയിൽ ക്വാളിറ്റി ഉള്ളതാണ്. പോളിഷാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് അത് പോളിഷ് ലിറ്റർ നല്ല വില വരുന്ന സാധനമാണ്. തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു 25 രൂപയ്ക്ക് ഒരടി ഗ്രാവല് പൊടിയൊക്കെ ഇവിടെ വരുമായിരുന്നു, നമുക്ക് സൈറ്റിൽ കിട്ടുമായിരുന്നു. ഇപ്പോഴും നമുക്ക് ആ സാധനം നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് വന്നാൽ പോലും നമുക്ക് 55 രൂപയ്ക്കാണ് വരുന്നത്. ഇരട്ടിയിൽ കൂടുതൽ വ്യത്യാസമായി. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഈ പാവിംഗ് വില വർദ്ധിച്ചിട്ടുമില്ല. അതിനുള്ള രീതിയിൽ ഡിഫറൻസ് വന്നിട്ടില്ല. പണിക്കൂലി കൂടി, പണിക്കൂലി മൊത്തത്തിൽ കൂടി, മെറ്റീരിയൽ സാധനങ്ങളുടെ വില കൂടി. അപ്പം ഏറ്റവും കൂടുതൽ വലിയ കൂടിയ സാധനമാണ് പോളിഷ്. അത് പെട്രോളിയം കെമിക്കലാണ്. പെട്രോളിയം കെമിക്കൽ ഉൽപ്പന്നം. ആ പെട്രോളിയം കെമിക്കലാണ് ഈ പോളിഷ് ആയിട്ട് വരുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വന്നേക്കുന്നത്. അത് 260 രൂപയ്ക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കളർ പോളിഷ് ആയിട്ടുള്ളത് ലിറ്ററാണ്. 260 കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇപ്പം 330 രൂപയാണ്. എന്നുവെച്ചാൽ നമുക്കൊരു 70 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ലിറ്റർ നമുക്ക് പോളിഷ് ചെയ്യാൻ കിട്ടുന്നത്. വീട് മുറ്റം മനോഹരമാകുക എന്നുള്ളത് നേരത്തെ കാലത്ത് അല്ലെ മുൻപൊന്നും അത്രയും പ്രാധാന്യം. ഇപ്പം വലിയ മലയാളികളുടെ പ്രത്യേകം വലിയ പ്രാധാന്യം വീട് മുറ്റം, അതുപോലെ ഓഫീസ് കെട്ടിടങ്ങളുടെ മുറ്റമൊക്കെ ഭംഗിയാക്കാൻ വേണ്ടി ടൈൽസിന് പാവിങ്ങിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരു കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാണ് തോന്നുന്നത്? അതിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല് നമ്മള് മുറ്റം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാല് അതില് മുറ്റത്തും വെള്ളം ഇറങ്ങിയല്ല. ഏറ്റവും പ്രധാന ഒരു ദോഷമാണ് വെള്ളം ഇറങ്ങിയല്ല. ഇതാകുമ്പോൾ ഈ ടൈല് തമ്മിലുള്ള ഒരു ചെറിയ ക്യാപ്പ് ഉണ്ട്. ഇത് ആണ് ആ ക്യാപ്പ് എന്നത് നോക്കി നമുക്കറിയാം. ആ ചെറിയൊരു ഇതുണ്ട്. ആ മുട്ട് തമ്മിൽ ടൈല് തമ്മിൽ ചെയ്ത ഒരു ക്യാപ്പ് ഉള്ളതുകൊണ്ട് ആ ക്യാപ്പിൽ കൂടെ വെള്ളം മണ്ണിലോട്ട് ഇറങ്ങിക്കോളും. പ്രകൃതി സൗഹൃദമാണ് നിലവിൽ. മണ്ണിലോട്ട് ഇറങ്ങിക്കോളും. പിന്നെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ നന്നായിട്ട് ക്ലിയർ ആക്കി ഇടുവാണല്ല പൊടി ഒന്നും ഇല്ലാതെ നിന്നോളൂ. അല്ല കുറെ കാലങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ക്യാപ്പ് അടയുള്ളൂ. അത് നമ്മൾ സൂക്ഷിക്കണമായിരുന്നു. വിരിക്കുമ്പോൾ അതിനെന്താണ് അതില് അത് ഇതുപോലെ നമ്മള് വിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാല് മിറ്റം ലെവല് ചെയ്ത് ഗ്രാവല് വിരിച്ച് വാട്ടർ ലെവൽ നോക്കി ഗ്രാവല് വിരിച്ച് അതാണ് നമ്മളിത് പിരിക്കുന്നത്, അടുക്കുന്നത്. അടുക്കി കഴിഞ്ഞ് നമ്മള് വൈബ്രേറ്റർ ഉണ്ട്. ഇതിന്റെ വൈബ്രേറ്റർ. അപ്പൊ ഇതിന്റെ മുകള് ലെവല് ചെയ്യാനായിട്ട് വൈബ്രേറ്റർ ഉണ്ട്. ആ വൈബ്രേറ്റർ ഓടിച്ചാണ് ഇത് നമ്മൾ ലെവല് ചെയ്യുന്നത്. ആ വൈബ്രേറ്റർ ഓടിച്ച് ലെവല് നമ്മൾ ഈ പച്ചക്കട്ടയാണ് ഇതുപോലെ അട്ടി വെക്കുന്നത്. അതെടുത്ത് പോളിഷ് ഇപ്പൊ ഇത് നമ്മളെ സൈറ്റിൽ കൊണ്ടുവന്ന് ഏതെങ്കിലുമൊക്കെ കട്ടക്ക് വിരിച്ചിലോ പൊട്ടലോ ഉണ്ടെങ്കിൽ നമ്മള് സെയിം സൈറ്റിൽ നിന്ന് അന്നേരം തന്നെ അത് മാറ്റിയാണ് കൊണ്ടുപോരുന്നത്. വൈബ്രേറ്റർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് 10,000-3000 കിലോ വരെ താങ്ങുന്ന വൈബ്രേറ്റർ ആണ്. അതെ, 3 ടണ്ണാണ് അതിന്റെ വൈബ്രേറ്റർ കപ്പാസിറ്റി പറയുന്നത്. 3 ടൺ. അപ്പൊ 3000 കിലോ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വിരിക്കുന്നത്. ഈ വർക്ക് ഫിനിഷ് ചെയ്തു. അപ്പൊ അതിനിടയ്ക്ക് ഏതെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അവിടെ വെച്ചതിന് മാറും. നമ്മൾ സൈറ്റിൽ 2-3 ടൈലെങ്കിലും അവിടെ വച്ചിട്ടുമാണ് പോരുന്നത്. ഏതെങ്കിലും പൊട്ടിയാൽ ഡാമേജ് വന്നാൽ ആ സൈസിൽ 2-3 ടൈലെങ്കിലും അവിടെ പോകും. എപ്പോഴും നമ്മൾ ആ ഒരു കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എവിടെയൊക്കെയാണ് സാധാരണ നിങ്ങളുടെ ഈ ഓർഡറുകൾ ജോലികളൊക്കെ എവിടെയൊക്കെയാണ് കോൺട്രാക്ട്? അങ്ങനെ നമുക്ക് ഇന്ന സ്ഥലമൊന്നുമില്ല. അപ്പൊ എവിടെ വിളിച്ചാലും നമ്മൾ വിളിക്കുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പോകും. ഫ്ലോറിങ്ങിനുള്ള അല്ലെങ്കിൽ അടുക്കുന്നതിനുള്ള തൊഴിലാളികൾ അവരെത്ര പേരുണ്ട്? അവർ 5 പേരുണ്ട്. 5 പേരുണ്ട്. അവർ അടിമാലി എന്ന് വരുന്നത് നമ്മുടെ മലയാളികൾ തന്നെയാണ്. അപ്പൊ ഇത് അടുക്കി കഴിഞ്ഞാൽ ഇതിനൊരു ബോർഡർ മാത്രം ഒരു കോൺക്രീറ്റ് ഔട്ട് സൈഡ് ആ ഒരു
രീതിയിലാണ് നമ്മൾ സേഫ് ആക്കുന്നത്. അല്ലാതെ പരസ്പരം വേറെ ബന്ധമില്ല. കോൺക്രീറ്റിലാണ് ഇത് ബോർഡർ സെറ്റ് ചെയ്യുകയാണ്. ബോർഡർ സെറ്റ് ചെയ്യുക. കുന്നുംപുറം ടൈൽസിന്, ഡിസൈനർ ടൈൽസിന് 7, 5, 12 തൊഴിലാളികൾക്ക് സ്ഥിരമായി ജോലി കൊടുക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? നമുക്ക് ആവറേജ് ഇങ്ങനെ പണി നടക്കുമ്പോ നമുക്കൊരു സന്തോഷം. ഇവർക്ക് പണിയുണ്ട്, നമുക്ക് ഇങ്ങനെ ഇവർക്ക് ഇത്രയും പേരുടെ പണി കാര്യങ്ങൾ നടത്താൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു ഇതുണ്ട്. ഇതിനൊക്കെയാണ് വിലയിടിവില്ല. കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, വീടുകളുടെ നിർമ്മാണവും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഈ തൊഴിലിനെ ബാധിച്ചിട്ടുണ്ടോ? നമ്മുടെ തൊഴിലിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അല്ലെ ഇപ്പോഴൊന്നും ഇത്രയും കട്ടകൾ സ്റ്റോക്കുള്ള സമയമല്ല. ഇപ്പൊ 10,000 കണക്കിന് കട്ട നിലവിൽ നമുക്ക് സ്ഥാപന സ്റ്റോക്ക് ഉണ്ടല്ലേ? ഷിബു, ഈ പാവിംഗ് ടൈൽസ് അതുപോലെ തന്നെ ഇന്റർലോക്ക് ഉണ്ടല്ലോ ഈ റോഡിലൊക്കെ, വലിയ ഹെവി വാഹനങ്ങൾ പോകുന്ന റോഡിലൊക്കെ പാകുന്നത്, അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ഇതാണ് അതിന്റെ ടൈല്. ഇത് 80 mm തിക്കൻസ് ഉള്ളതാണ്. 80 mm തിക്കൻസ് ആണ് അല്ലേ? നമ്മൾ മുറ്റത്ത് വിരിക്കുന്നത് സാധാ വിരിക്കുന്നത് 60 mm തിക്കൻസ് ആണ്. ഇത് 80 mm തിക്കൻസ് ആണ്. പിന്നെ ഇതിന്റെ വലുതുണ്ട്, 100 mm തിക്കൻസ് ഉള്ളതുകൊണ്ട്. ഹെവി ലോഡുകൾ, വണ്ടികൾ കയറാൻ സാധാ ഒരു നമ്മളിപ്പോ ഒരു പഞ്ചായത്ത് വർക്കൊക്കെ ചെയ്യുന്നത് ഒരു വഴിയൊക്കെ ആണെങ്കിൽ ഇത് കൂട്ട് ഈ 80 mm തിക്കൻസ്. മെയിൻ റോഡുകളൊക്കെ ആണെങ്കിൽ 100 mm ഇടുന്നവരുണ്ട്. അത് കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ പ്രസിംഗ് ടൈലാണ്. കൂടുതലായിട്ട് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശത്തൊക്കെ ടാറിങ് പറ്റാത്ത സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. അതെ, അതാണ്. ഇതാകുമ്പോ ഇച്ചിരി ലോക്ക് കൂടുതലുണ്ട്. ഇതിനും സാധാരണ കൂടുതൽ ഓർഡർ അങ്ങനെ വരുന്നുണ്ടോ? ഇത് റോഡ് പിന്നെ ഈ വലിയ വണ്ടി കയറുന്ന കടകളുടെ ഫ്രണ്ട് അതിനൊക്കെ ആയിട്ടാണ്. സാധാരണ ഇതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് ഒക്കെ അനുപാതം ഒക്കെ എങ്ങനെയാണ്? 1/2 സ്ക്വയർ ഫീറ്റ്, 1 സ്ക്വയർ ഫീറ്റ്, അതെങ്ങനെയാണ് അതിന്റെ അനുപാതം? സാധാരണ ടൈൽസിന്റെ വ്യത്യസ്ത ടൈൽസ് ഡിസൈനിന്റെ അത് ഓരോന്നിനും നമുക്ക് കമ്പനി ഒരു മോൾഡ് തരുമ്പോ ഇപ്പൊ 100 സ്ക്വയർ ഫീറ്റ് അതിന് ഇത്ര ടൈലെന്നും പറഞ്ഞ് അവര് ലാഗോ തരുവാണ്. അപ്പോൾ ഇത് 2.86 ആണ് സ്ക്വയർ ഫീറ്റ്. 2.86. പിന്നെ അതുപോലെ ഇപ്പൊ ഇരിക്കുന്ന ടൈല് അത് 2 എണ്ണം 1 സ്ക്വയർ 6 സ്ക്വയർ ഫീറ്റ് ആണ്. അതിന്റെ 6 ആണ്. ശരി. ഈ അടുക്കി വെച്ചിരിക്കുന്ന ടൈൽസ് 2 എണ്ണമാണ് 1 സ്ക്വയർ ഫീറ്റ് ആയിട്ട് വരുന്നത്. അതെ. ഇത് ഫിനിഷ് ചെയ്ത് പോളിഷ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ്. ഈ കാർ പോർച്ച്, പാസേജ് അങ്ങനെയുള്ളിടത്തൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. നല്ല മനോഹരമായിട്ടുണ്ടല്ലോ. ഒട്ടിച്ചു കൊടുക്കുന്നതാണ് ഇത്. കാർ പോർച്ചിൽ ഉപയോഗിക്കാൻ കഴിയും. കാർ പോർച്ചിൽ അതിനുള്ള ക്വാളിറ്റി ഉള്ളതാണ്. 1 ഇഞ്ച് തിക്കൻസ് ഉണ്ട്. ഇത് 1 ഇഞ്ച് തിക്കൻസ് ഉണ്ട്. ടൈൽസ് വിരിക്കുന്ന അതേ മെത്തേഡിൽ വിരിക്കണം. ഇത് ഗ്രൗട്ട് ഒഴിച്ച് നന്നായിട്ട് വിരിക്കണം. വാഹനങ്ങൾ ഇത് കൊണ്ടുപോകാൻ ഉപയോഗിക്കാൻ എത്ര വാഹനങ്ങൾ കൊണ്ടുപോകും? അത് 2 എണ്ണം. ഇപ്പം നമുക്ക് 2 എണ്ണം പറഞ്ഞാൽ ടിപ്പർ സ്കൂൾ ടൈമിലൊന്നും ഓടിക്കത്തില്ല. ഇങ്ങനെ ഒരു എണ്ണം എടുത്തതാണ്. സ്റ്റാഫ് ഇങ്ങനെ ആരുമില്ല. നമ്മള് ഷിബു ഇതിന്റെ തൊഴിലാളിയാണ്, മാനേജറാണ്, ഓഫീസ് വർക്ക് എല്ലാം ഷിബു ആണ്. ഷിബു അപ്പൊ CDvlogന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് നന്ദി കേട്ടോ. പക്ഷെ ഇടുക്കിയിലെ ഇതൊക്കെ വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള യൂണിറ്റുകൾ. പക്ഷെ ഈ പാവിംഗ് നിർമ്മിക്കുന്നത് A മുതൽ Z വരെ വളരെ ലാളിത്യത്തോടു കൂടിയാണ് വിജി പറഞ്ഞു തന്നത്. ഇനി ഏറ്റവും CDvlogന് ഒരു സന്തോഷമുള്ള കാര്യം, നിരവധി തൊഴിലാളികൾക്കാണ് ഒരു കുടുംബം പോലെ ഷിബുവിന്റെ സ്ഥാപനം ജോലി കൊടുക്കും. അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, മലയാളികളുണ്ട് അല്ലെ? 12 തൊഴിലാളികളുണ്ട്. അത് വളരെ മാതൃകയാണ്. പ്രേക്ഷകർക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ലളിതമായിട്ട് പറഞ്ഞു തന്നതിന് ഷിബുവിന് ഒരുപാട് നന്ദി.